ഹായ് ഓൾ, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് PSC എക്സാംസിന് സ്ഥിരമായി ചോദിക്കാറുള്ള കേരളത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും കുറിച്ചിട്ടാണ്. അതിലാദ്യമായിട്ട് ശ്രീ OR കേളുവാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം മാനന്തവാടി മണ്ഡലമാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് പുരാവസ്തു, പുരാരേഖ വകുപ്പുകൾ, രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ മ്യൂസിയം വകുപ്പ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അദ്ദേഹം ബേപ്പൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുമരാമത്ത്, അതുപോലെ തന്നെ ടൂറിസം വകുപ്പും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മന്ത്രി VN വാസവനെ പറ്റിയിട്ടാണ്. അദ്ദേഹം ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തുറമുഖം, ദേവസ്വം, സഹകരണം എന്നിവ. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മന്ത്രി V അബ്ദുറഹ്മാനെ പറ്റിയിട്ടാണ്. അദ്ദേഹം താനൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, റെയിൽവേ, ടെലിഗ്രാഫ്, അതുപോലെ തന്നെ തപാൽ. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് മന്ത്രി J ചിഞ്ചുറാണി. മന്ത്രി J ചിഞ്ചുറാണി ചടയമംഗലം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, സഹകരണ സംഘങ്ങൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നത് മന്ത്രി J ചിഞ്ചുറാണിയാണ്. അടുത്തത് മന്ത്രി KN ബാലഗോപാലാണ്. അദ്ദേഹം കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിയാണ്. അദ്ദേഹം ധനകാര്യം, GST, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, ട്രഷറികൾ, KSFE എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അങ്ങനെയാണ് എങ്കിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും ഏത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്